ഈ അസംതൃപ്തി അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം പരസ്യമായ ഒരു കലാപത്തിലേക്കോ അല്ലെങ്കിൽ വിവാദ പ്രസ്താവനകളിലേക്കോ ഒന്നും നീങ്ങിയിരുന്നില്ല. പക്ഷേ അതൊന്നും പുറത്തേക്ക് വന്നുമില്ല. പക്ഷെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പാർട്ടിക്കുള്ളിൽ നടക്കുന്ന ചലനങ്ങൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി വല്ലപ്പോഴും വന്നു പോകുന്ന ഒരു AICC ജനറൽ സെക്രട്ടറി അല്ല. പതിവിൽ നിന്ന് വ്യത്യസ്തമായി അവരിവിടെ താമസിച്ച്, വീടെടുത്ത് താമസിച്ച് കോൺഗ്രസിന്റെ എല്ലാ കാര്യങ്ങളിലും എല്ലാ പരിപാടികളിലും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരിലൂടെ ഹൈക്കമാൻഡ് എല്ലാ കാര്യങ്ങളും, ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും കൃത്യമായിട്ട് അറിയുന്നുണ്ടായിരുന്നു. അതൊക്കെ മോണിറ്റർ ചെയ്യാൻ ഡൽഹിയിൽ പ്രത്യേക സംവിധാനവും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പായിട്ട് ഹൈക്കമാൻഡ് പ്രധാനപ്പെട്ട നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. ഇന്നലെയായിരുന്നു അവിടുത്തെ ചർച്ചയും കാര്യങ്ങളും നടന്നത്. ഇത് അത്ര പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്നാണ് ഈ വിളി വന്നത് ഡൽഹിയിൽ നിന്ന്. നേതാക്കൾ അവിടെ എത്തി. രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഓരോ നേതാക്കളുമായിട്ട് വെവ്വേറെ സംസാരിച്ചു. അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. എന്താണ് കേരളത്തിലെ പാർട്ടിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ മനസ്സിലാക്കി. പിന്നീട് എല്ലാ നേതാക്കളെയും ഒന്നിച്ചിരുത്തി സംസാരിച്ചു. അതിൽ പ്രിയങ്ക ഗാന്ധിയും KC വേണുഗോപാലും പങ്കെടുക്കുകയും ചെയ്തു. അങ്ങനെ ചില സുപ്രധാനമായ തീരുമാനങ്ങളിലേക്ക് പാർട്ടി എത്തിയിരിക്കുക. അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ കടിഞ്ഞാൺ ഹൈക്കമാൻഡ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന്.